അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാമുണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മുഹിബീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു ഏറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആവസിയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുനാഫിഖിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ് കളവ് പറയുക എന്നത്. അത് എക്കാലവും അതിൻ്റെ ആളുകൾ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് നാം കാണുന്ന കുരുവട്ടൂരികളുടെ അവസ്ഥ അത് തന്നെ. എല്ലാ ദിവസവും സ്റ്റേജ് കെട്ടി ധാരാളം കളവുകൾ പറഞ്ഞുകൊണ്ടാണ് ആ സ്റ്റേജിൽ നിന്നിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ചമ്മാടിൽ വെച്ചുണ്ടായ ഇവരുടെ പ്രഭാഷണത്തിൽ കുഞ്ഞു മുഹമ്മദ് തൊഴിയൂർ എന്ന് പറയുന്ന ആ മൗലവി ബഹുമാനപ്പെട്ട മമ്പാട് വഹാബ് സഖാഫി ഉസ്താദിനെതിരെ പച്ചക്കളവ് പറഞ്ഞുവിട്ടു. ആ പറഞ്ഞുവിട്ടത് നിങ്ങൾ കേട്ടു നോക്കാം. പിന്തുണ അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഞങ്ങളെ പിന്തുണ ഏതൊക്കെ രൂപത്തിലാ അങ്ങനെ വ്യക്തമാക്കാൻ വേണ്ടി എന്തൊക്കെ രൂപത്തിലുള്ള പ്രകടന പരതയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയിരുന്നത്? എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? എല്ലാവർക്കും വളരെ വ്യക്തമായില്ലേ? അതാ അപ്പുറത്തുനിന്ന് നമ്മളെ പഴയ കൂട്ടുകാരൻ നമ്മളെ മമ്പാട് മൂപ്പരവക ഒരു പ്രഖ്യാപനം വലിയ പ്രതീക്ഷയിലാന്ന് പറഞ്ഞു. അസല് പ്രതീക്ഷയുണ്ട്. കേട്ടല്ലോ, എന്തൊരു കളവാണ് ഈ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മമ്പാട് സഖാഫി ഉസ്താദ് ഈ കുഞ്ഞു മുഹമ്മദ് മൗലവി പറഞ്ഞതുപോലെ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് തെളിയിക്കാൻ സാധ്യമാണോ? ഒരിക്കലുമല്ല. എന്ന് മാത്രമല്ല, ഈ കുഞ്ഞു മുഹമ്മദ് മൗലവി അടക്കമുള്ള പല ഗുരുവട്ടൂരികളുമുള്ള ഒരു ഗ്രൂപ്പിൽ വെച്ചുകൊണ്ട് ഈ പ്രസംഗം കേട്ട ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മമ്പാട് സഖാഫി ഉസ്താദ് അതിനെതിരെ ശക്തമായി വെല്ലുവിളിക്കുന്നതും കൂടി നിങ്ങൾ കേൾക്കുക. അവഗണിക്കപ്പെടേണ്ട ഒരു സാധനം എന്നുള്ള നിലക്ക് നമ്മൾ മറുപടി പറയുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ തൊള്ളിയിൽ വരുന്ന എന്തു നോണിയും ഫാത്തിഹ ഓതി ഔലിയാക്കളി ത്വരീഖത്തിൻ്റെയും പേരിൽ വിളിച്ചു പറയുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നത് മുതൽ ഈ ദിവസം വരെ ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു പൊതു സംവിധാനത്തിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വിജയപ്രതീക്ഷ ഉണ്ട്, ജയപ്രതീക്ഷ ഉണ്ട് എന്ന രീതിയിൽ പറഞ്ഞത് ഇവനെ എവിടുന്ന് കണ്ടതാണാവോ? എന്തോരു നോണയാണ് ഈ പറയുന്നത്. ഇത്രയും വൃത്തികെട്ട രീതിയിൽ നോണ പറയാൻ ഈ അപാര തൊലിക്കട്ടി ഇവനൊക്കെ എവിടുന്ന് കിട്ടിയത്? എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാ? ഇതാണ് ഇപ്പൊ ഇവലൊക്കെ പറയുന്ന വലിയ വലിയ സംഗതികൾ. മമ്പാട് ഉസ്താദിന്റെ വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കുരുവട്ടൂരികൾ ആരും അവരുടെ കുഞ്ഞു മുഹമ്മദ് മൗലവി പറഞ്ഞതിനുള്ള തെളിവുമായിട്ട് വന്നിട്ടില്ല. ഒരിക്കലും കഴിയുകയുമില്ല എന്നവർക്ക് ബോധ്യമാണ്. പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെയുള്ള ഒരു പച്ചക്കളവ് തട്ടിവിട്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഈ തൊഴിയൂർ കുഞ്ഞു മുഹമ്മദ് മൗലവിയുടെ പ്രഭാഷണം കേട്ട് ആവേശം കൊള്ളുന്ന പല ഗുരുവട്ടൂരികളും മറ്റൊരു ഗ്രൂപ്പിൽ ഇടപെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഗുരുവട്ടൂരി മുരീദ് വന്നുകൊണ്ട് അൻവർ സാഹിബിൻ്റെ വിജയം പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രഖ്യാപനം അറുവഷളൻ അവസ്ഥയിലാണെന്ന് ബോധ്യപ്പെട്ടതിൽ നിന്നും മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് കുഞ്ഞു മുഹമ്മദ് മൗലവി ബഹുമാനപ്പെട്ട
സഖാഫി ഉസ്താദിനെതിരെ ഇങ്ങനെ ഒരു വമ്പൻ നുണയുമായി വന്നതെന്ന് നാം മനസ്സിലാക്കുക. ആ പ്രഖ്യാപനം നടത്തിയ കുരുവട്ടൂരിയിലെ മുരീദിൻ്റെ വോയിസ് നിങ്ങൾ കേൾക്കൂ. നിലമ്പൂര് പിന്നെ ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ടും പാടങ്ങോട്ട് പോകുമ്പോൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് തൽക്കാലം CPM അവിടെ രക്ഷപ്പെട്ടിട്ട് കഴിച്ചിലാടും, BJP-നൊക്കെ കൂട്ടിപ്പിടിച്ച് അവിടെ രക്ഷപ്പെടും എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ എന്താക്കുന്നത്, അവിടെ ഞങ്ങളെ വോട്ട് CPM-നാണെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന ദിവസം നടക്കൂല കേട്ടോ. അവിടെ അതൊന്നും നടക്കൂല. അവിടെ നമ്മളെ അൻവർ സുന്ദരമായിട്ട് ഇവിടെ ജയിച്ചു പോയി. അത് പിന്നെ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞാൽ കാണാം. പിന്നെ അത് കണ്ടാണോ തുള്ള വെറുതെ ഇങ്ങനെ പടായി വരാൻ നിൽക്കണ്ട. കേട്ടല്ലോ, ഇങ്ങനെയൊക്കെ ഇവർ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം ഇവർക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഇവരുടെ ഓരോ മുരീദന്മാരും അവർക്ക് പ്രത്യേക നിർദ്ദേശം കിട്ടുന്ന ആ ഹളറത്തിൽ നിന്നാണ് അവർ അതേപടി ഗ്രൂപ്പിലും മറ്റുമായി ഒന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഉന്നത ഹളറത്തിലെ നിർദ്ദേശം കിട്ടിയ ആ ഒരു പ്രഖ്യാപനം വമ്പൻ പരാജയമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും ഒരുപക്ഷെ ഈ കോലത്തിൽ കുഞ്ഞു മുഹമ്മദ് മൗലവിക്ക് പ്രസംഗിക്കേണ്ടി വന്നത്. എന്നാൽ ഈ കുഞ്ഞു മുഹമ്മദ് മൗലവിയെ ഞാൻ വെല്ലുവിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ വോയിസ് ഇട്ടുകൊണ്ടാണ്. ഇത് തെളിയിക്കാൻ അയാള് ആണായി പിറന്നവനാണെങ്കിൽ, ഹലാലിൽ പിറന്നവനാണെങ്കിൽ, കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ, തന്റെ ഇടമുള്ളവനാണെങ്കിൽ ആ തെളിവാചറാക്കൂ. ആ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു നമ്മളെ ജയിലിൽ പോയ ലത്തീഫി. പിന്തുണായിട്ട് പ്രഖ്യാപിച്ചില്ലേ സാഹിബുൽ ബക്കറ്റുകള്. മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരക്കുട്ടിയെ കൈപിടിച്ചതുപോലെ സിറാജുദ്ദീൻ ലത്തീഫിയുടെ കൈപിടിച്ചിരിക്കുന്നു ആര്? സാഹിബുൽ ബക്കറ്റ്. അതുകൊണ്ട് ഇനി ഒരു ബേജാറും വേണ്ട, ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ചങ്ങായി അപ്രതീക്ഷയിൽ കിടന്ന് ഒടുവിൽ ജയിലിലായപ്പോ ഒരുത്തനുമില്ല തിരിഞ്ഞു നോക്കാന്, ബക്കറ്റുമില്ല, തൊട്ടിയില്ല, കയറുമില്ല. അതാണല്ലോ നാവെടുത്താൽ കളവ് പറയുക എന്നത് മുനാഫിഖിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ. ആ നിഫാഖാണ് നിരന്തരം പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. പച്ച കളവ് പറയാം, ഒരു നാണവും മാനവും ഇല്ലാതെ. അത് പറയുമ്പോൾ എന്തൊരു ഉത്സാഹമാണ് കളവ് പറയാൻ. പിശാചുക്കളുടെ സ്വന്തം ആളുകളായിട്ട് ഈ കൗമിനെ പോലെ വേറെ ആളുകൾ ആരാളവിടെ ഉള്ളത്? ഇങ്ങനെ മനുഷ്യന്മാരുടെ പേരിൽ, സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും പേരിൽ കളവല്ലാതെ ഇക്കാലം എത്രയും ഇവരെന്താ പറഞ്ഞത്? ഇനി രാഷ്ട്രീയപരമായും ജനാധിപത്യപരമായൊക്കെ ഒന്ന് വിലയിരുത്തി വെക്കുക നമ്മള്. അങ്ങനെ ഈ രാജ്യത്തൊരു പൗരൻ അയാൾ സപ്പോർട്ട് ചെയ്യണ ഒരു പാർട്ടിക്ക് വിജയപ്രതീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം അവർ പിന്തുണ കൊടുക്കണ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയപ്രതീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു, എന്നിട്ട് ആ സ്ഥാനാർത്ഥി തോറ്റു. എന്നപ്പോ എന്ത് ചുക്കുള്ളത്? ജനാധിപത്യത്തില് ഒരു സ്ഥാനാർത്ഥി ജയിക്കണിന് എന്തൊക്കെ ഘടകങ്ങളുണ്ട്? ഒരു സംഘടന, മതസംഘടന പിന്തുണച്ചൊരു സ്ഥാനാർത്ഥി തോറ്റു എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താ? ആ സംഘടനക്ക് അവിടെ യാതൊരു അവസരവും ചാൻസും സ്വാധീനം അല്ല എന്നാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കേരളത്തിലെ ഏത് മതത്തിലായാലും വേണ്ടില്ല ഒരു മതസംഘടനന്റെ മാത്രം പിന്തുണയിൽ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജയിക്കുമോ? യാതൊരു മതോ രാഷ്ട്രീയോ ഒരു ജനാധിപത്യ ബോധോ ഒരു ചുക്കും ചുണ്ണാമ്പും പള്ളിയിൽ വരുന്നത് അങ്ങനെ ഈ തെരുവ് തല്ലാരം മാതിരി വിളിച്ചു പോവുക. വെഡിത്തം. ഞാനിത് വാട്സപ്പിക്ക് ക്ലിപ്പ് മുറിച്ചെന്നപ്പോ എന്താ ഇതിൽ ഇത്ര അതിർപ്പം ചേച്ചി കേട്ടു നോക്കിയതാ. ഇജാതി വായന സഫാറ്റ. ഇനി ഇതിൽ ഉത്തരം മുട്ടുമ്പോൾ വേറെന്തേലും തോന്നിയാസം വിളിച്ചറി, അല്ല എന്ത് ചെയ്യാ? നമ്മളെപ്പോഴും പറയലുണ്ടല്ലോ, ഈ ചങ്ങായിക്ക് 1 മണിക്കൂറാണ് ഇവന് കിട്ടുക. ആ 1 മണിക്കൂർ എങ്ങനെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒപ്പിച്ചണ്ടേ? എല്ലാ ദിവസവും പറഞ്ഞ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ചടപ്പയിക്കാറല്ലോ. അപ്പൊ പോലും വിചാരിച്ചൂല്ലേ ഈ ചങ്ങായി ഇത് എഴുതി കാണാതെ പഠിച്ചാണ്ട് പറയാന്ന് വിചാരിച്ചൂലേ. അപ്പൊ ഒരു 3/4 ഭാഗമൊക്കെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ പറഞ്ഞെന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറയും. അതിനോടൊപ്പം ഒരു ഭാഗം അതെന്തെങ്കിലുമൊക്കെ നുണ പടച്ചുണ്ടാക്കിയാണ്ട് അതും ആ കൂട്ടത്തിലാണ് തിരികെ വിടണാണ്. അതത്ര വിഷയാക്കണ്ട. കുഞ്ഞാമീനെ സംബന്ധിച്ചിടത്തോളം ഓൻ്റെ ആമാശയം നിറയണം, ഓൻ ആ 1 മണിക്കൂർ തേക്കണം. അതിന് ഇങ്ങനത്തെ ഓരോന്നൊക്കെ കൂട്ടിയാണ്ട് പറഞ്ഞോട്ടെ, എന്നിട്ട് തന്നെങ്കിലും അതിന്റെ ആമാശയം നിറട്ടേന്ന്. ഞാൻ മിഞ്ഞാന്ന് 1.5 ഗ്രൂപ്പിൽ പറഞ്ഞാണ്, നമ്മളെ ഈ ഗ്രൂപ്പ് കൊണ്ടാണ് ഈ 10-25 കഴിഞ്ഞു പോണത് എന്ന് വെറുതെ പറയല്ല. നമ്മൾ ഇറ്റേക്ക് പണി കൊടുക്കുകയാണ്, ഇറ്റേക്ക് പണി ഇങ്ങനെ എന്നെങ്കിലും ആയിട്ട് ഞങ്ങൾ കുടുംബം പോറ്റി പോട്ടേന്ന്. അവർക്ക് ആ ഭാഗമൊക്കെ ഈ ജാതി ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയാണ്ട്
ഞാനും തന്നെ ഇനി മാറ്റർ കിട്ടാതെ ഇടങ്ങാറാണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ഇവരെ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിരിക്കണു കുറെ മാറ്റർ. നമ്മളെ കാസിമി CM വലിയുള്ള അസീസ് മഹാനവറുകളെ സംബന്ധിച്ച് പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ. എത്ര കടുപ്പത്തിലാ മൂപ്പരാ പറഞ്ഞേ. വളരെ ഈ ആളുകൾ ഇത്തിബായിന് പറ്റുന്ന ആളുകളാണ്. CMന്റെ പല കാര്യങ്ങളും നമുക്ക് ഇത്തിബായിന് പറ്റൂല, തിരിഞ്ഞില്ല. ഇത്തിബായിന് പറ്റുന്നവർ കമാലിയത്തുള്ളവരാണ്, ഇത്തിബായിന് പറ്റാത്തവരെക്കാൾ. CM ജീവിച്ചിരുന്ന കാലത്ത് വളരെ ചിന്തിക്കണം. നമ്മൾ ഇത്തിബായിന് പറ്റുന്ന CMനെ നമ്മൾ ബഹുമാനിക്കുകയും അവരിൽ നിന്ന് അവരെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നവരൊക്കെ ഉപയോഗപ്പെടുത്തുകയും വേണം. അവരെ ഒരിക്കലും നിസ്സാരപ്പെടുത്താൻ പാടില്ല. പക്ഷെ അവർ ഇത്തിബായി ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം പറയാ, ഇപ്പൊ CM നിസ്കരിക്കുന്നത് പല ആളുകളും കണ്ടിട്ടില്ല. ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്നറിയല്ല, നിസ്കരിക്കുന്നത് പല ആളുകളും കണ്ടിട്ടില്ല. ഞാൻ നിസ്കരിച്ചില്ല എന്ന് പറയല്ല. നീ നിസ്കരിച്ചില്ലെങ്കിലും അതൊരു വിഷയവുമല്ല. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞ അവസ്ഥ എന്ത് വേറെ അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. അവർക്ക് നിസ്കാരം അവരെ ആക്കലുണ്ടാവില്ല. ആക്കല് അള്ളാഹുവിൽ നിന്ന് മുറിയൂല്ല. സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് ഇത്തിബായ് ചെയ്യുന്ന ആളുകളെയാണ്. മനസ്സിലായോ? ഇത്തിബായ് ചെയ്യുന്ന ആളുകളെ പിമ്പറ്റി കയറിയാലേ നമ്മൾ നമ്മുടെ സ്ഥാനത്തെത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഭാഗ്യം ലോട്ടറി നമുക്ക് അടിക്കണം. തിരിഞ്ഞിട്ടില്ല, ആ ലോട്ടറി അടിക്കൂല. CM ഒരു കുതുബല്ല, ഒരു സാധാരണ വലിയാണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഇതാണ്, ഒരു സാമ്പ്രദായിക കുതുബാനിയത്തിന്റെ മക്കാമല്ല CMൻ്റെത് എന്നാണ് ഞാൻ പറഞ്ഞത്. CMന്റെ ഭാഗ്യമാണ്. CM വലിയ ആളുമാണ്. അതേസമയത്ത് CMനെ ഇത്തിബായ് ചെയ്യാൻ പറ്റില്ല. ദീനിലെ ഏറ്റവും മേജർ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഏറ്റവും മേജർ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരാണ് ഇത്തിബായ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. കോഴിക്കോടൊരു സമ്മേളനം നടക്കുന്നു. എൻ്റെ കുട്ടിക്കാലത്താണ് സംഭവം. കോഴിക്കോട് സമ്മേളനം നടക്കുക 82, 83 ആ സമയമാണ് എൻ്റെ കുട്ടിക്കാലത്താണ്. പറ്റ കുട്ടിയല്ല, നമ്മൾ SLC ഒക്കെ എഴുതുന്ന അതൊക്കെ സമ്മേളനം നടക്കുക. അപ്പോൾ അക്കാലത്തെ സമ്മേളനങ്ങളിൽ ചിലപ്പോൾ ഔലിയാക്കന്മാരും വന്നിരിക്കും, ചിലപ്പോൾ ഔലിയാക്കന്മാരെ വിളിക്കും. ഒരു വലിയ ഔലിയാക്കന്മാർ പലരും വരും. അപ്പോൾ ഒരു നല്ല വലിയ തന്നെ, നല്ല ആളാണ്, ഉഷാറാണ്. അപ്പോൾ ഈ വലിയുണ്ട് ആ സദസ്സിൽ, ആ വേദിയിൽ കണ്യത്തുണ്ട് റഹ്മഹുല്ലാഹ്. വലിയ മഹാനാണ് അവർ. വലിയ മഹാൻ തന്നെയാണ്, വലിയ മഹാനാണ്. കണ്യത്ത് വലിയ മഹാനാണ്. അപ്പോൾ ഈ അതിൽ ചായ കൊടുത്തപ്പോൾ ഈ വലിയ ചായ കുടിച്ചിട്ട് പകുതിയാക്കിയിട്ട് കണ്യത്തിന് കൊടുത്തു. കണ്യത്ത് വാങ്ങിയില്ല. കണ്യത്ത് പറഞ്ഞു, നിങ്ങൾ കുടിച്ച ചായൻ്റെ ബാക്കി ഞാനല്ല കുടിക്കേണ്ടത്, ഞാൻ കുടിച്ച ബാക്കി നിങ്ങൾ കുടിക്കണം. ഇത് മൈക്ക തുറന്നു വെച്ചതാ, നാട്ടുകാർ കേൾക്കുകയും ചെയ്തു. ഇതേ സമ്മേളനം മുതലക്കുളത്താണ് എൻ്റെ ഓർമ്മയെ നിർത്തി പറയാം. കണ്യത്തിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു, കണ്ടത് ആരോടും പറയും. അത് ഒരു നിലക്ക് കൃത്യമാണ്. എന്തുകൊണ്ട്? അതിൻ്റെ അർത്ഥം അയാൾ വലിയല്ല എന്നല്ല. ആ വലിയൻ്റെയും ഈ ആലിമിൻ്റെയും പണി നോക്കിയാൽ ആലിമിൻ്റെ പണിയുടെ താഴെയാണ് വലിയൻ്റെ പണി. ഇന്നും അങ്ങനെയല്ലേ? ഇന്ന് അങ്ങനെ ആവും. പക്ഷെ ആലിമാണ്, കണ്യത്താണ്. ഇല്ലെങ്കിൽ ആലിമിൻ്റെ ചെരുപ്പിൻ്റെ പേരോട്ടുണ്ടാവില്ല. അതാണ് ഇന്നത്തെ പ്രശ്നം. ഞാൻ അങ്ങോട്ട് പോണില്ല, പോയാൽ ഞാൻ കൊടുക്കും. കണ്യത്ത് ശരിയാക്ക. ഈ വലിയനെ നമുക്ക് പിൻപറ്റാൻ പറ്റിക്കൊള്ളുന്നില്ല. പറ്റൂലെന്നും പറ്റുമെന്ന് പറയില്ല, പറ്റിക്കൊള്ളണമെന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ പൂർണ്ണതയിലാണ് ആരുള്ളത്? കണ്യത്ത്. അതങ്ങനെ ആരിൽ കണ്ടോളണമെന്നില്ല. വലിയ ആളല്ലേ? ആണ്, വലിയ ആളല്ലേ. പക്ഷെ ശരീഅത്തിന്റെ ആളുകളെ സ്ഥാനം അവർക്കുണ്ടാവില്ല. പക്ഷെ അവരാരാകണം? അവര് ആലിമായിരിക്കണം. മുത്തബിഉ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിമലൊക്കെ കൊത്തിക്കാണ്ട് എങ്ങനെങ്കിലും ഒരു മണിക്കൂർ തേച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ കുഞ്ഞാമീനെ സമതിനെയൊക്കെ വിളിച്ചാണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ മാറ്റർ ഇട്ടോ എന്ന്. അത് എന്താ ചെയ്യാ, അയിമലൊന്നും തൊടാ ഈ കുഞ്ഞാമിന് കജ്ജൂല്ലേ. കാരണം എങ്ങനെ അതിനെ സംബന്ധിച്ചൊക്കെ പറയാ, എന്തെങ്കിലും തിരണ്ടേ. ഇത് സ്വപ്നവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ സാലിം വൈസി പറഞ്ഞതിനെ സംബന്ധിച്ച്
അതും നമ്മൾ ഇട്ട് കൊടുത്തേക്കണ്. അതിന് സ്വപ്നം ഈ കിതാബൊക്കെ വായിച്ചാണ്ട് പറയാൻ ഇവനക്ക് തിരണ്ടേ, കിതാബ് വായിച്ചാൽ തിരണ്ടേ, ഏറാവും തിരക്കി ബന്ധം തിരണ്ട, എന്നാലല്ല ഇപ്പത് തല കുത്തനെ പിടിച്ചും ചിലപ്പം അറബി കിതാബൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഏതായാലും അങ്ങനാണ് പോയിക്കോട്ടെ. അതിന്റെ ആ പള്ള പൈപ്പ് മാറ്റിയാണ്ടേ അതിനും വലിയ കൂട്ടും കുടുംബമൊക്കെ അതൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോയിക്കോട്ടെ. എന്നാലും അൽഹംദുലില്ലാ നമ്മളിങ്ങനെ സഹകരിച്ചു കൊടുത്താല് അവന്റെ ആ കുടുംബാട് കഴിഞ്ഞു പോയിക്കോളെ. കുഞ്ഞാമതെ വഹാബ് സഖാഫി ഇത് എന്നോട് നേരിട്ട് വെല്ലുവിളിക്കണം, അതിൻ്റെ തെളിയിക്കാൻ പച്ച നുണ പറയാണ് ചെയ്യുന്ന പറഞ്ഞത്. ഏതായാലും ഇങ്ങനെ നാണം കടന്ന ചങ്ങായി കുഞ്ഞാമതേജി ആ ചെമ്മാട്ടത്തെ പരിപാടി കഴിഞ്ഞല്ലോ, അവിടെ തന്നെ ആ തെളിവാണ്ട് പുറത്തു വിട്ടാടാ. ചെമ്മാട്ടത്തെ പരിപാടി തന്നെ ആ തെളിവ് അങ്ങോട്ട് പുറത്തു വിട്ടാളാ. മുമ്പ് ആ എവിഡൻസ് പറഞ്ഞ മാതിരി ആയി പോലെ എനിക്കെന്തേ പറ്റിപ്പോയത്? നാണക്കേടല്ലേ ചങ്ങായി ഇതൊക്കെ? നോണ പറയാ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, നോണ പറയാൻ ഒരു നിലക്കുള്ള ഒരു മാനസിക കുത്തുല്ലാതെ ചങ്ങായി പറഞ്ഞു അങ്ങനെ ഒന്നുണ്ടെങ്കിൽ തെളിയിച്ചു കൊടുത്താളാ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.